അഫ്ളലുൽ അഅ്മാൽ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, ഏറ്റവും മഹത്വമുള്ള ഇബാദത്ത് അതേതാ? അൽ ഹുബ്ബു ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇഷ്ടം വെക്കൽ. ഇപ്പൊ പാവങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചും അവരെ വീട്ടിലേക്ക് കിറ്റെത്തിച്ചും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം അത് നമുക്കുണ്ടാവണം. ആ സ്വഭാവം നമുക്കുണ്ടോ? ആഖിറത്തിൽ കുടുങ്ങാനില്ല. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? നമ്മൾ രക്ഷപ്പെടും. നിങ്ങൾ നോക്ക്, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയും പാവങ്ങൾക്ക് ഫുഡിന്റെ കിറ്റ് ചുമന്ന് കൊണ്ടുപോകത്രേ. ആരും അറിയാതെ, ഒരാളും അറിയാതെ പാവങ്ങൾക്ക് തന്റെ വീട്ടിൽ നിന്ന് കിറ്റാക്കിയിട്ട് കൊണ്ടുപോകും. കുറച്ച് ദിർഹം ആ കീസിൽ ഇങ്ങനെ തിരികും. ഫ്രം അഡ്രസ് അന്വേഷിക്കേണ്ടതില്ല, ഇതാരാ കൊണ്ടുവന്നൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് പറ്റിയത് തന്നെയാണ്, നിങ്ങൾക്ക് അനുവദിച്ച തന്നെയാണ് എന്ന് പറഞ്ഞു. ഇത് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് എങ്ങനെയാ ചരിത്രത്തിന് കിട്ടിയത്? അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഈ പാവങ്ങൾക്ക് എത്തുന്ന കിറ്റ് നിന്നുപോയി. മഹാനവറുകളെ കുളിപ്പിക്കുന്ന സമയത്ത്, മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ പറയുന്നുണ്ട്, ഇവിടെ 2 കറുത്ത പാടുകളുണ്ട്. കുറേ പാണ്ട ഇങ്ങനെ ചുമന്ന് നടന്ന കാലങ്ങളോളം പാവങ്ങൾക്ക് വേണ്ടി നട്ടപ്പാതിരാക്ക് ചുമന്ന് നടന്നതിന്റെ ഫലമായി ഇവിടെ അടയാളമുണ്ട്. അവരുടെ ചാരിറ്റി അത്രയും രഹസ്യമായിട്ടായിരുന്നു. ഉള്ള ചാനലുകാരെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ടില്ല എന്നാണ് അതിന്റെ വ്യാഖ്യാനം. ആരും അറിയിക്കാതെ പാവങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു. കുറേ സാധുക്കളായ മനുഷ്യരുടെ കരങ്ങൾ ഉണ്ടാവണം നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ കുറേ സാധുക്കൾ. ഇത്ര പാവപ്പെട്ട മനുഷ്യരുണ്ട്. ഞാനിപ്പം വരുന്നത് കാസർഗോഡ് നിന്നാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറുമ്പോൾ ഒരു ചെറിയ മോന്, ആ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള ചെറിയൊരു മോന് അവരുടെ കാസർഗോഡൻ സ്ലാങ്ങിൽ ഭാഷയിൽ പറഞ്ഞ് പൊരായില്ല ഉസ്താദ് ദ്വാരക്കണേ. ഞാൻ ചോദിച്ചെന്താ മോനിക്ക് പൊരാവത്തെ? ഉപ്പാക്ക് കച്ചവടം കുറവ് ഉസ്താദ്. ഞാൻ കരഞ്ഞുപോയി. എന്താ ആ കുട്ടീനോട് ഞാൻ പറയേണ്ടത്? എന്താ പറയേണ്ടത്? അപ്പോൾ ആ കുട്ടീൻ്റെ ഉമ്മയും വീട്ടുകാരൊക്കെ ആ ക്ലാസ്സിന് വന്നിരുന്നു. ആദർശ ക്ലാസ്സാണ്. ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവരങ്ങെത്തിയിട്ടുണ്ട്. ആ ഉമ്മയും കുട്ടീനെ അയച്ചതാണ്. ഒരായില്ല ഉസ്താദ്, ഉപ്പാക്ക് കച്ചവടമല്ല കുറവ്, തറ ഇട്ടിട്ടേ ഇല്ലൂ. എന്താ മോനോട് പറയേണ്ടത്? എത്ര സാധുക്കളുണ്ട് നമ്മളെ ചുറ്റുവട്ടത്ത്. നമുക്കപ്പോഴും പുതിയൊരു ഫോൺ കൊണ്ടുവരാനും പുതിയ വണ്ടി ഇറക്കാനുള്ള വ്യഗ്രതയിലും താല്പര്യത്തിലുമാണെങ്കിൽ പാവങ്ങളെ കാണാനുള്ള കണ്ണ് നമുക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയ നന്മയാണ് വഹബ്ബൽ മസാഖീൻ, പാവങ്ങളോട് മഹബത്ത് നൽകണേ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല തിരക്ക് പിടിച്ച ഘട്ടത്തിൽ കാഴ്ചയില്ലാത്ത ഒരു പച്ച മനുഷ്യൻ വിളിച്ചു പറഞ്ഞ്, നിങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും, നിങ്ങളെ പേരെ കുറേ ആളുണ്ടാവും, എന്നൊന്നും ഉണ്ടാക്കുമോ? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അങ്ങനെ ചെയ്യുന്ന എല്ലാ പണിയും നിർത്തിവെച്ചിട്ട് അയാളിലേക്ക് അങ്ങോട്ടേക്ക് പോയി എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് തിരിച്ചു വന്നു. ആ ലോകം അറിയപ്പെട്ട മഹാപണ്ഡിതൻ. ഇതാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ട സ്വഭാവം.